നമസ്കാരം. കേരള പോലീസ് സബ് ഇൻസ്പെക്ടർ നിയമനത്തിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ വിവാദം പുകയുന്നു. പരീക്ഷയിലെ കായികക്ഷമത വിഭാഗത്തിൽ പങ്കെടുക്കുക പോലും ചെയ്യാത്തവരെയും തോറ്റവരെയുമൊക്കെ ഉൾപ്പെടുത്തി PSC ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി അത് പുറത്തു വന്നു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ മറ്റ് ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഫെബ്രുവരി 26, 27 തീയതികളിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് പിഴവ് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ ലിസ്റ്റ് പിൻവലിച്ചു. 2 or 3 തവണ സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷമാണ് പട്ടിക പുറത്തിറക്കാറുള്ളത്. അതിലാണ് ഈ ഗുരുതര പിഴവ് സംഭവിച്ചത്. സബ് ഇൻസ്പെക്ടർ, ഓപ്പൺ മിനിസ്റ്റീരിയൽ കോൺസ്റ്റാമ്പുലറി, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, ഓപ്പൺ കോൺസ്റ്റാമ്പുലറി എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലേക്കുള്ള നിയമനത്തിനുള്ള പ്രാഥമിക മെയിൻ എഴുത്ത് പരീക്ഷകൾ ജയിച്ചവർക്കായിട്ടാണ് കായികക്ഷമതാ പരീക്ഷ നടത്തിയത്. തുടർന്ന് പ്രസിദ്ധീകരിച്ച ഷോർട്ട് ലിസ്റ്റിലാണ് വിവാദം. ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂ നടത്തിയാണ് നിയമനം നടത്തുന്നത്. പിഴവ് തിരിച്ചറിഞ്ഞില്ലായിരുന്നു എങ്കിൽ പലരും അഭിമുഖത്തിൽ പങ്കെടുക്കുമായിരുന്നു, ജോലിയിലും പ്രവേശിക്കുമായിരുന്നു. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 928 പേരിൽ 726 പേരും പരീക്ഷ പാസ്സായി. ഇത് അസ്വാഭാവികതയാണ്. ഈ 78% വിജയമാണ് സംശയമുണ്ടാക്കിയത്. ഇത് കണ്ടെത്തിയ ഉദ്യോഗാർത്ഥികളാണ് പിഴവ് ചൂണ്ടിക്കാട്ടിയത്. PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ വലിയ വീഴ്ചയായി ഇത് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. പട്ടിക അപ്ലോഡ് ചെയ്തപ്പോൾ സംഭവിച്ച ക്ലറിക്കൽ പിഴവാണെന്നാണ് PSCയുടെ വിശദീകരണം. പിഴവ് മനസ്സിലായ ഉടൻ പിൻവലിച്ചുവെന്നും തിരുത്തിയതിനു ശേഷം പുനഃപ്രസിദ്ധീകരിക്കുമെന്നുമാണ് PSC അറിയിച്ചിരിക്കുന്നത്. കടുപ്പമേറിയ പരീക്ഷ സാധാരണഗതിയിൽ പകുതി പേർ പോലും പാസ്സാകാറില്ല. കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാതിരുന്ന ഒട്ടേറെ പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിശദമായ പരിശോധനയിൽ വ്യക്തമായി. 2 വിഭാഗങ്ങളിലെ നിയമനത്തിന് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ എഴുത്തു പരീക്ഷ പാസ്സായാൽ 2 ലിസ്റ്റിലും ഉൾപ്പെടും. ഇവർ ഒറ്റ കായിക പരീക്ഷയിൽ പങ്കെടുത്താൽ മതി. ഇവരിൽ ചിലർ 2 പട്ടികയിലും വരുന്നതിന് പകരം 1 പട്ടികയിൽ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഈ പൊരുത്തക്കേടും പട്ടികയിലെ പിഴവിന് തെളിവായി. കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാതെ തന്നെ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ രജിസ്റ്റർ നമ്പറുകൾ അടക്കം ചൂണ്ടിക്കാട്ടി മറ്റ് ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയതിന് പിന്നാലെയാണ് PSC പട്ടിക പിൻവലിച്ചത്. സമാനമായ പ്രശ്നം മറ്റ് പട്ടികകളിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് PSC സൂക്ഷ്മ പരിശോധന നടത്തണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നതായി മലയാള മനോരമയാണ് റിപ്പോർട്ട് ചെയ്തത്. തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഈ പിഴവ് കണ്ടെത്തിയത്. അല്ലാത്തപക്ഷം പട്ടികയിലുള്ളവർക്കെല്ലാം അഭിമുഖത്തിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അട്ടിമറിക്കുള്ള സാധ്യത ഇതിന് പിന്നിലുണ്ട് എന്നും പരാതിയുണ്ട്.